ശബരിമലയിൽ ഇപ്പോൾ നടയടച്ചിരിക്കുകയാണ്. 2 യുവതികൾ ദർശനം നടത്തി എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഔദ്യോഗികമായി അത് സ്ഥിരീകരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ നടയടച്ചിരിക്കുന്നത്. മനേഷ് മൂർത്തി വിവരങ്ങളുമായി. മനേഷ്, എത്ര ദിവസത്തേക്കായിരിക്കും നടയടക്കൽ ഈ പരിഹാരക്രിയയ്ക്ക് വേണ്ടി? നിലവിൽ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 1 മണിക്കൂർ നേരം, അതായത് ശുദ്ധിക്രിയകൾക്ക് വേണ്ടി 1 മണിക്കൂർ നേരമാണ് ഇപ്പോൾ നട അടച്ചിരിക്കുന്നത്. അതിനുശേഷം ഇപ്പോൾ തന്ത്രിയും ശ്രീകോവിലിനടുത്തേക്ക് പോകുന്നുണ്ട്. ഏതായാലും നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം അനുസരിച്ച് 1 മണിക്കൂറാണ് ഇപ്പോൾ ശുദ്ധിക്രിയകൾക്ക് വേണ്ടിയുള്ള ഒരു സമയമായി കണക്കാക്കിയിരിക്കുന്നത്. ആ 1 മണിക്കൂറിന് ശേഷം വീണ്ടും നട തുറക്കുമെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ അവിടേക്ക് പോകുന്നത് ഒരുപക്ഷെ ശുദ്ധിക്രിയകൾ നടത്തുന്നതിന്റെ ഭാഗമായിട്ടായിരിക്കാം എന്നാണ് മനസ്സിലാകുന്നത്. ശുദ്ധിക്രിയകൾക്കുള്ള തുടക്കം ആയിരിക്കാം. ഒരു മണിക്കൂർ നേരത്തേക്കാണ് ഇപ്പോൾ ഈ നട അടച്ചിരിക്കുന്നത് എന്ന് തന്നെ മനസ്സിലാകുന്നു. കാരണം അതിനുശേഷം തീർച്ചയായും തീർത്ഥാടകർക്ക് പ്രവേശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏറെ നേരം നീണ്ട ചർച്ചകൾക്കൊടുവിലാണ് മേൽശാന്തിയും തന്ത്രിയും എക്സിക്യൂട്ടീവ് ഓഫീസറും എല്ലാവരും തന്നെ ഈ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ 10:30 മണിക്ക് നട അടയ്ക്കാനുള്ള നിർദ്ദേശം തന്ത്രി മേൽശാന്തിക്ക് നൽകിയത്. സാധാരണഗതിയിൽ അശുദ്ധി ഉണ്ടാകുമ്പോൾ ചെയ്യുന്ന ക്രിയകൾ, അതായത് പുണ്യാഹം ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്കാണ് ഇപ്പോൾ പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇപ്പോൾ നട തുറന്ന് അതിനകത്തേക്ക് എല്ലാവരും, തന്ത്രിയും മേൽശാന്തിയും എല്ലാം കയറി വരുന്നുണ്ട്. അത് ഒരു പക്ഷേ അതിനുള്ളിൽ ശുദ്ധിക്രിയകൾ നടത്തുന്നതിന് വേണ്ടി ആയിരിക്കണം, പുണ്യാഹം ചെയ്യുന്നതിന് വേണ്ടി ആയിരിക്കണം എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനുശേഷം മറ്റിടങ്ങളിൽ, അതായത് പുറത്തൊക്കെ പുണ്യാഹം ചെയ്യും. നേരത്തെ ട്രാൻസ്ജെൻഡേഴ്സ് വന്ന സമയത്ത് അത്തരത്തിലുള്ള ഒരു ക്രമീകരണം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. അത് ദേവസ്വം ബോർഡിന്റെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ ദേവസ്വം ബോർഡ് നൽകിയ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇവർ ചെയ്തിരുന്നു. തന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു ശുദ്ധിക്രിയ അല്ലെങ്കിൽ പുണ്യാഹം ചെയ്തിരുന്നു. ആ ഒരു അർത്ഥത്തിൽ തന്നെയുള്ള ശുദ്ധിക്രിയകളായിരിക്കും ഒന്നും ഉണ്ടാവുക എന്ന് മനസ്സിലാവുന്നു. ഏതായാലും ഇപ്പോൾ 10:30 മണിക്ക് നട അടച്ചിരിക്കുന്നു. നട അടച്ചതിന് ശേഷം ഇപ്പോൾ തിരിച്ച് തന്ത്രിയും മേൽശാന്തിയും എല്ലാം തന്നെ തിരിച്ച് ശ്രീകോവിലിനുള്ളിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. അവിടെ ശുദ്ധിക്രിയകൾ നടത്തുക എന്ന് തന്നെയായിരിക്കണം ലക്ഷ്യം. അതിനുശേഷം പരിസരവും ശുദ്ധീകരിച്ചതിന് ശേഷം വീണ്ടും തീർത്ഥാടകർക്കായി നട തുറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. വലിയ നിലപാടുകളിലേക്ക് അല്ലെങ്കിൽ പൂർണ്ണമായും നടയടച്ചിരുന്ന നിലപാടിലേക്ക് പോകുന്നില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. ഇതൊന്നും തന്നെ ഔദ്യോഗികമായി ഇപ്പോഴും തന്ത്രിയുടെ ഭാഗത്തു നിന്നോ മേൽശാന്തിയുടെ ഭാഗത്തു നിന്നോ മാധ്യമങ്ങളെ അറിയിക്കുകയോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ അല്പസമയം മുമ്പ് മേൽശാന്തി വന്ന് നടയടച്ചു. അത് തന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ അത് തുറന്ന് അകത്ത് പ്രവേശിക്കുന്നു. അത് ശുദ്ധിക്രിയകളുടെ ഭാഗമാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. 1 മണിക്കൂർ സമയമാണ് ശുദ്ധിക്രിയകൾക്കായി ഇപ്പോൾ നടയടച്ചിടുക. ഇത്തരത്തിൽ യുവതി പ്രവേശനം ഉണ്ടാകുമ്പോൾ നിരന്തരമായി ശുദ്ധിക്രിയകൾ നടത്തേണ്ടി വരും. അതിന് ഈ സമയങ്ങളിലൊക്കെ നട അടച്ചിടേണ്ട ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് വളരെ നേരത്തെ തന്നെ തന്ത്രി പറഞ്ഞിട്ടുണ്ട്. അത് തീർത്ഥാടകർക്ക് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടാക്കും എന്നും തന്ത്രി പറഞ്ഞിരുന്നു. ഏതായാലും ശുദ്ധിക്രിയകൾ നടത്താതെ മുൻപോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള നിലപാടിലേക്ക് തന്ത്രി എത്തുന്നു. അത് മേൽശാന്തിയുമായി പങ്കുവെക്കുന്നു, അല്ലെങ്കിൽ മേൽശാന്തിക്ക് അത്തരത്തിലുള്ള നിർദ്ദേശം. മേൽശാന്തി ഇപ്പോൾ 10:30 നട അടച്ചിരിക്കുന്നു. ഇനി ശുദ്ധിക്രിയകളാണ് നടക്കേണ്ടത്. ഇനി ശുദ്ധിക്രിയകൾ നടന്ന് 1 മണിക്കൂറിന് ശേഷം നട തുറക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതിനുള്ളിൽ കൃത്യമായ ഒരു വിവരങ്ങൾ അല്ലെങ്കിൽ തന്ത്രിയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്നു. തന്ത്രി ഏത് തരത്തിലാണ് കാര്യങ്ങൾ മുൻപോട്ട് കൊണ്ടുപോകാൻ തീരുമാനിക്കുന്നത്, അതായത് നിരന്തരമായുള്ള ചില ക്രമീകരണങ്ങൾ ഇക്കാര്യത്തിൽ വരുത്തേണ്ടതുണ്ടോ, ഏതെങ്കിലും തരത്തിലുള്ള ശുദ്ധിക്രിയകൾ അല്ലെങ്കിൽ ദിവസങ്ങളോളം നട അടച്ചിടേണ്ട ഒരു സാഹചര്യം നിലവിലുണ്ടോ എന്നതൊക്കെ തന്ത്രിയുടെ ഭാഗത്തു നിന്നുമാണ്, അല്ലെങ്കിൽ തന്ത്രിയാണ് പറയേണ്ടത്. അത് നമുക്ക് ഇപ്പോൾ ഇവിടെ ഒരു കാരണവശാലും പറയുക വയ്യ. ഏതായാലും ഇപ്പോൾ തീർത്ഥാടകരെ താഴെ വടം കെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. തീർത്ഥാടകരെ താഴെ വടം കെട്ടി തടഞ്ഞു നിർത്തിയിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇപ്പോൾ ശുദ്ധിക്രിയകൾ നടക്കുന്നതിനാൽ തീർത്ഥാടകരെ അകത്തേക്ക് പ്രവേശിപ്പിക്കുന്നില്ല. ഫ്ലൈ ഓവർ വളരെ കുറച്ച് തീർത്ഥാടകർ മാത്രമാണുള്ളത്. ആ ഒരു കാര്യത്തിൽ ഏത് തരത്തിലാണ് ഇനിയുള്ള തീരുമാനങ്ങൾ വരേണ്ടത്? തീരുമാനങ്ങൾ ഏകദേശം വന്നു കഴിഞ്ഞു. പക്ഷേ ഒഫീഷ്യലി അത്തരത്തിൽ ഒരു ഉറപ്പ് നമുക്ക് ലഭിക്കുന്നില്ല. ഏതായാലും നട അടച്ചിരിക്കുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. 10:30 മേൽശാന്തി നട അടച്ചിരിക്കുന്നു. ഇപ്പോൾ തന്ത്രിയുടെ നേതൃത്വത്തിൽ ഉള്ളിൽ കയറി ഇപ്പോൾ പൂജകൾ അല്ലെങ്കിൽ ശുദ്ധിക്രിയകൾ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. ഏതായാലും അത്തരത്തിലേക്കാണ് തന്ത്രിയുടെ തീരുമാനം വന്നിട്ടുള്ളത്. നട അടയ്ക്കുക, ശുദ്ധിക്രിയകൾ നടത്തുക, യുവതികൾ പ്രവേശിച്ചു എന്നുള്ളത് ഔദ്യോഗികമായി വന്ന ഒരു സാഹചര്യത്തിൽ, ഔദ്യോഗികമായി അറിഞ്ഞ ഒരു സാഹചര്യത്തിൽ അത് ഇക്കാര്യത്തിൽ
ഏതായാലും മനേഷ് മൂർത്തിയാണ് വിവരങ്ങൾ നൽകുന്നത്. 2 യുവതികൾ കയറിയതിന്റെ പേരിൽ ശുദ്ധികലശം നടത്തുകയാണ് അവിടെ സ്ത്രീകൾ കയറിയത് കാരണം ശുദ്ധികലശം നടത്താനുള്ള തീരുമാനം ഇപ്പോൾ ഔദ്യോഗികമായി എടുത്തിരിക്കുകയാണ്. നട അടച്ചിരിക്കുന്നു. 1 മണിക്കൂറിന് ശേഷം ശുദ്ധികലശം നടത്തി തിരികെ വീണ്ടും നട തുറക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്.